ഞാൻ ജോബി അഗൈൻ വെൽക്കം ബാക്ക് ടു സോർ ആൻഡ് സ്പൈസി. സോർ ആൻഡ് സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് വിന്താലുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാറുണ്ട്, പക്ഷേ എല്ലാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പേസ്റ്റ് ആക്കി എടുക്കുമ്പോൾ ഒരു മിക്സഡ് ടേസ്റ്റാണ് വരുന്നത്. എങ്കിലും ഒരല്പം പുളിയുടെ ടേസ്റ്റാണ് ഈ കറിക്ക് കൂടുതലുണ്ടാവുക. നല്ല കിടിലൻ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടാണ് ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ബീഫ് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ ബീഫ് വിന്താലു റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് ഇച്ചിരി കൂടുതലാണെങ്കിലും ആ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു 500 ഗ്രാം ബീഫ് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ പീസസ് ആയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഓയിൽ, ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ വേണം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി വേണം. പിന്നെ നമുക്കൊരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് വേണം. പിന്നെ ഒരു വലിയ പഴുത്ത തക്കാളി ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് വേണം. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്കിനി നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേസ്റ്റ് റെഡിയാക്കണം. ആ പേസ്റ്റ് റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പ്ലേറ്റിൽ ഇരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു 4 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു പിഞ്ചുലുവ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 8 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ നമുക്ക് ഒരു പച്ചമുളക് വേണം. ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പേസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ പേസ്റ്റ് റെഡിയാക്കുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. അപ്പോൾ ഈ പ്ലേറ്റിൽ ഇത്രയും ഇൻഗ്രീഡിയൻസും വിനാഗിരിയും ചേർത്തിട്ട് ഞാനിത് തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. കൂടെ കുറച്ച് വെള്ളം കൂടി നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. ഭയങ്കര ലൂസായി പോകരുത്. നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മസാലയൊക്കെ ഇറച്ചിയിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറൊന്ന് എടുത്ത് വെക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുപ്പത്ത് വെച്ച് ചെയ്യാം. അപ്പോൾ ബീഫ് വിന്താലു റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നിങ്ങൾ ഈ സമയത്ത് സവോളയ്ക്ക് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കരുത്. കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തതാണ്. അത് എൻ്റെ പാകം നോക്കിയിട്ട് വേണം നമുക്ക് അവസാനം ഉപ്പ് ചേർക്കാം. ഇപ്പം നമുക്ക് ഉപ്പൊന്നും ചേർക്കാതെ വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് സവാള പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴന്ന് വന്നോളും. അപ്പോൾ സവോള നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ ഞാൻ തക്കാളി കൂടി ചേർത്ത് കൊടുത്തു. ഇനി തക്കാളിയും ഇതിൽ കിടന്ന് നന്നായിട്ട് വാടണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട്
മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. വേറെ നമ്മൾ മസാലകളൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ഇത്രയും മതി. നമ്മൾ എല്ലാ മസാലയും നേരത്തെ ഇറച്ചിയിൽ ചേർത്ത് വെച്ചതാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുത്താൽ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ നേരത്തെ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇറച്ചിയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഇറച്ചിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ നിങ്ങൾക്ക് ഇറച്ചി വെന്ത് കഴിയുമ്പോൾ ഗ്രേവി വേണമെന്ന് തോന്നണമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതിനെ മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇപ്പം തന്നെ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. ഇനി നമുക്ക് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേവിച്ചെടുക്കുമ്പോൾ പല കുക്കറിനും പല വേവാണ്, പല ഇറച്ചിക്കും പല വേവാണ്. അപ്പം നിങ്ങൾ ഇറച്ചിയുടെയും കുക്കറിൻ്റെ ഒക്കെ വേവ് അനുസരിച്ച് നിങ്ങൾ ഇറച്ചി വേവിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഒരു വിസിലിൻ്റെ നമ്പർ പറയാത്തത്. ചിലപ്പോൾ എൻ്റെ കുക്കറിൻ്റെ വേവായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ, ചിലപ്പോൾ എൻ്റെ ഇറച്ചിയുടെ വേവായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഒരു വിസിലിൻ്റെ നമ്പർ പറയാത്തത്. അതായത് പാകത്തിന്, നിങ്ങളുടെ പാകത്തിന് എന്തോരാണോ ഇറച്ചി വേവേണ്ട ആ രീതിയിൽ നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണത്. ഇപ്പം തന്നെ ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഞാനിത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇറച്ചി ഇവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്കിനി വെള്ളം കുറവെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത്രയും വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ തുറന്ന് ഇച്ചിരി നേരം കൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്, നല്ല കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഗ്രേവി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓൾറെഡി നല്ല തിക്കാണ്. നിങ്ങൾക്ക് എത്രമാത്രം തിക്കായിട്ടുള്ള ഗ്രേവി ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് വറ്റിച്ചെടുക്കാം. ഞാനിതിപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പം നമ്മുടെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റിയിട്ട് കുറച്ചും കൂടി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഇപ്പം തന്നെ ഇത് നല്ല തിക്ക് ഗ്രേവി ആട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി നന്നായിട്ട് തിളച്ചിടുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല തിക്ക് ഗ്രേവിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബീഫ് വിന്താൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.